തുടർച്ചയായ രണ്ടാം വേൾഡ് കപ്പ് എന്ന ലക്ഷ്യത്തോടു കൂടി പരിശീലകനായ ലയണൽ സ്കലോണി അർജന്റീനയുമായി വീണ്ടും മറ്റൊരു വേൾഡ് കപ്പ് എന്ന ദൗത്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഇത്തവണ സ്കലോണിക്ക് താങ്കൾ കഴിഞ്ഞ തവണ നേടിയ വേൾഡ് കപ്പ് നിലനിർത്തേണ്ടതുണ്ട്. സ്കലോണി തനിക്ക് ഏറ്റവും വേണ്ട 26 പേരെയും ടീമിനൊപ്പം ചേർത്തിട്ടുണ്ട്. 26 പേർക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 100% ഫിറ്റ്നസ് അല്ലാത്ത ഒരുത്തിനും ടീമിലുണ്ടാവില്ല. പകരക്കാരായ 6-7 പേരെ ടീമിനൊപ്പം സ്കലോണി കൂട്ടിയിട്ടുണ്ട്. അതായത് 26 അംഗ സ്ക്വാഡിന് പുറമെയാണ് 6ഓളം താരങ്ങളെ സ്കലോണി കൂടെ കൂട്ടിയത്. ഇനി സ്കലോണിയുടെ ഏറ്റവും മികച്ച ടാക്ടിക്സുകളിലൊന്നാണ് 4-4-2 ഫോർമേഷനും 4-3-3 ഫോർമേഷനും. 2022 ഖത്തർ വേൾഡ് കപ്പിൽ നമ്മൾ ഉടനീളം കണ്ടതായിരുന്നു സ്കലോണിയുടെ ടാക്ടിക്സ് എന്ന മാസ്റ്റർ ബ്രെയിൻ. പല മത്സരങ്ങളിലും 4-4-2 എന്ന ഫോർമേഷനിൽ ഇറങ്ങി എതിരാളികളുടെ കളിഗതി മനസ്സിലാക്കി 4-3-3യിലേക്ക് പൊസിഷൻ കൺവേർട്ട് ചെയ്യുന്നു, താരങ്ങളെ ഒന്നും മാറ്റാതെ തന്നെ. ചില സമയങ്ങളിൽ 4-3-3 എന്ന പൊസിഷനിൽ ഇറങ്ങി 4-4-2യിലേക്ക് മാറുന്നു. സ്കലോണിയുടെ അതിബുദ്ധി പലതവണ കണ്ടതാണ് നമ്മൾ ഖത്തർ വേൾഡ് കപ്പിൽ. കൃത്യമായ താരങ്ങളെ കൃത്യമായ പൊസിഷനിലേക്ക് യൂട്ടിലൈസ് ചെയ്യുന്നു. സ്കലോണി ക്ലബ്ബ് തലത്തിലെ ഫോമുകൾ നോക്കി ടീമിനൊപ്പം ലൈനപ്പ് സൃഷ്ടിക്കാറില്ല. അർജന്റീനക്കായി തൻ്റെ ഗ്രൗണ്ടിൽ ഏറ്റവും മികച്ച ഫോമിൽ ആരാണോ കളിക്കുന്നത് അവരെയായിരിക്കും കളിക്കാൻ ഇറക്കുക. കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ സ്കലോണി വേൾഡ് കപ്പിന് മുന്ന് ഒരു കൃത്യമായ 11 ഒന്നും പരിശീലിച്ചിരുന്നില്ല. പരിശീലന സെക്ഷനും ട്രെയിനിങ് മത്സരങ്ങളും എല്ലാം കണക്കിലെടുത്താണ് സ്കലോണി കൃത്യമായൊരു ലൈനപ്പ് തന്നെ ബിൽഡ് ചെയ്തത്. അത് പല മത്സരങ്ങളിലും മാറിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ ഇതാ എതിരാളികളെ വീണ്ടും വിറപ്പിക്കാൻ ആശാൻ മറ്റൊരു ബുദ്ധിയുമായി വന്നിരിക്കുകയാണ്. ഒരു ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് ചേഞ്ച് തന്നെ. ഫോർമേഷനിൽ 4-4-2 4-3-3 എന്നതിൽ മാറി മറ്റൊരു പുതിയ ഫോർമേഷനെ പരീക്ഷിച്ചിരിക്കുകയാണ് അർജന്റീൻ പരിശീലകനായ ലയണൽ സ്കലോണി. 4-4-2 എന്ന പൊസിഷനിൽ തുടങ്ങി എതിരാളികളുടെ ടാക്ടിക്കൽ സ്റ്റെബിലിറ്റിയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള 3-4-2-1 എന്ന അഡ്വാൻസ് ലെവൽ ഫോർമേഷനിലേക്ക് എങ്ങനെ മാറ്റാം, ഇതാണ് സ്കലോണിയും കോച്ചിങ് സ്റ്റാഫും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ തനത് ശൈലിയായ 4-4-2വിൽ കളിക്കുക. ഒരു ബാക്ക് ഫോറിൽ നിന്ന് ആരംഭിച്ച് കാര്യങ്ങൾ താൻ വിചാരിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ തൽക്ഷണം ഫോർമേഷൻ മാറ്റുന്ന രീതിയാണ് സ്കലോണി ഇപ്പോൾ പഠിക്കുന്നത്. സൈഡ് ബെഞ്ചിൽ നിന്നും ചിലപ്പോൾ സ്കലോണിയുടെ കമാൻഡ് വരാം. ഉടനെ ഒരു ബാക്ക് 3യിലേക്ക് മാറുക, വിങ് ബാക്കുകൾ അറ്റാക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഫോർമേഷനെ കുറിച്ച് പഠിക്കാം. ഫുട്ബോൾ കാണുന്ന പലർക്കും 4-3-3യും 4-2-3-1 തുടങ്ങിയ ഫോർമേഷനുകൾ പരിചിതമാണ്. അർജന്റീൻ പരിശീലകനായ സ്കലോണി പുതുതായി പരീക്ഷിക്കുന്ന ഫോർമേഷനാണ് 3-4-2-1. ഇത് കൃത്യമായി ഉപയോഗിച്ചാൽ എതിരാളികളുടെ ഫോമിനെയും എതിരാളികളുടെ കളിശൈലിയെയും തകിടം മറിക്കാൻ ശേഷിയുള്ള ഫോർമേഷൻ. ആദ്യം ഈ നമ്പറുകൾ നോക്കാം. 3 സെൻട്രൽ ബാക്കുകൾ, 4 മധ്യനിരക്കാർ. ഈ 4ൽ 2 സെൻട്രൽ മിഡ്ഫീൽഡർമാരും വിങ്ങുകളിൽ ഡിഫൻസും മിഡും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരുമായിരിക്കണം. പിന്നെ ഒരു 2 അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാർ, മുന്നിൽ ഒരു സ്ട്രൈക്കർ. ഇത് കേൾക്കുമ്പോൾ പ്രതിരോധപരമായ ഒരു ഫോർമേഷനെ പോലെ തോന്നാമെങ്കിലും എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരുപോലെ ശക്തമായ സംവിധാനമാണ്. സ്കലോണി എന്തിന് ഈ തന്ത്രം ഉപയോഗിക്കുന്നു? മിക്ക ടീമുകളും 4 ഡിഫൻഡർമാരുമായാണ് കളിക്കാൻ ഇറങ്ങുന്നത്. എന്നാൽ 3-4-2-1ൽ 2 അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാർ ഉണ്ടാകും. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അത് ഈസിയായ കാര്യമാണ്. മെസ്സി ഉൾപ്പെടെ പല താരങ്ങളെയും അവിടെ കളിപ്പിക്കാനാകും. ഇങ്ങനെ കളിപ്പിക്കുന്നത് കൊണ്ട് തന്നെ എതിർ ടീമിലെ മിഡ്ഫീൽഡർമാർക്ക് നിരന്തരം സമ്മർദ്ദമുണ്ടാകും. ലിയോ മെസ്സി, നിക്കോപാസ്, തിയാഗോ അൽമേഡ എന്നിവരെയെല്ലാം നമ്പർ 10 പൊസിഷനിൽ വേണമെങ്കിൽ സ്കലോണിക്ക് കളിപ്പിക്കാം. കാരണം ലിയണൽ മെസ്സി ഇത്തവണ സ്വതന്ത്രമായി കളിക്കാൻ പോകുന്നു എന്നതിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ പൊസിഷനിങ്. പന്ത് കൂടുതൽ നേരം കൈവശം വെക്കാനും അവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ ഫോർമേഷൻ സഹായിക്കും. ഇനി വിങ് ബാക്കുകളുടെ പ്രാധാന്യം നോക്കാം. ഈ ഫോർമേഷന്റെ ഹൃദയം വിങ് ബാക്കുകളാണ്. അവർ ഡിഫൻഡറുമായിരിക്കണം, അതുപോലെ തന്നെ വിങ്ങറുമായിരിക്കണം. ഒരു നിമിഷം സ്വന്തം ബോക്സിൽ ടാക്കിൾ ചെയ്യേണ്ടി വരും, അടുത്ത നിമിഷം മറുക്രോസിൽ പോയി ക്രോസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള പൊസിഷൻ കൈകാര്യം ചെയ്യാൻ സ്കലോണിക്ക് ഇത്തവണ സ്ക്വാഡിൽ ഒരുപാട് താരങ്ങളുണ്ട്. ഒന്നാമത്തേത് വാലന്റൈൻ ബാർക്കോയാണ്. യുവ സൂപ്പർ താരം ലെഫ്റ്റ് മിഡായും കളിക്കാൻ ശേഷിയുണ്ട്, സെൻട്രൽ മിഡായും കളിക്കാൻ ശേഷിയുണ്ട്, ലെഫ്റ്റ് ബാക്കായും കളിക്കാൻ ശേഷിയുണ്ട്. എല്ലാ പൊസിഷനിലും താരം നിരവധി മത്സരങ്ങളിലാണ് ക്ലബ്ബ് തലത്തിൽ കളിക്കാൻ ഇറങ്ങിയത്. താരത്തിൻ്റെ ഏറ്റവും മികച്ച പൊസിഷൻ ലെഫ്റ്റ് ബാക്ക് ആണെങ്കിലും CMF പൊസിഷനിലും താരം മിന്നും പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കലോണി ആ പൊസിഷനിലേക്ക് കളി മാറ്റുകയാണെങ്കിൽ അവിടെ ആദ്യ അവസരം വാലന്റൈൻ ബാർക്കോ എന്ന 21-കാരനായിരിക്കും. ഇനി മറ്റൊരാൾ റൈറ്റ് വിങ്ങിലുള്ള ഗുലിയാനോ സിമിയോൺ ആണ്. റൈറ്റ് വിങ്ങിൽ അതിവേഗതയോടെ കളിക്കുന്ന താരം. റൈറ്റ് വിങ് ഒരുപോലെ കവർ ചെയ്യാൻ ശേഷിയുള്ള സ്റ്റാമിന കൂടിയ താരമാണ് നിലവിൽ ഗുലിയാനോ സിമിയോൺ.
താരത്തിൻ്റെ വേഗത തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വിങ്ങുകളിൽ സ്കലോണിക്ക് ഏറ്റവും ആവശ്യവും വേഗത കൂടിയ താരങ്ങളാണ്. മുന്നേറ്റത്തിൽ എതിർ ഡിഫൻഡർമാർക്ക് അതിസമ്മർദ്ദം നൽകുക, അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരത്തെ സഹായിക്കുക. ഇതിൽ ഗുലിയാനോ സിമിയോൺ മിടുക്കനാണ്. നിലവിൽ റൈറ്റ് മിഡും റൈറ്റ് വിങ് ഫോർവേഡുമായി കളിക്കുന്ന താരത്തിന് റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് കളിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായിരിക്കും. അവിടെയാണ് നൗഹേൽ മൊളീന എന്ന സ്കലോണിയുടെ ആയുധം വരുന്നത്. നിലവിൽ അറ്റാക്കിംഗ് കാർഡിൽ ഡേഞ്ചറാണ് നൗഹേൽ മൊളീന. ഡിഫൻസിലും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പൊസിഷനിലേക്ക് മാറുകയാണെങ്കിൽ 3-5-ൽ 5 പൊസിഷനിൽ താരത്തെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ സ്കലോണിക്ക് സാധിച്ചേക്കും. ഗോൺസലോ മോണ്ടിയലിനേക്കാൾ മുന്നേറ്റത്തിൽ ചുക്കാൻ പിടിക്കാൻ കഴിയുക അത് മൊളീനക്കായിരിക്കും. മറ്റൊരു താരമാണ് നിക്കോ ഗോൺസലസ്. സ്കലോണി സ്ഥിര സാന്നിധ്യമായി മാറ്റുന്ന താരമാണ് നിക്കോ ഗോൺസലസിനെ ഓൾറെഡി സ്കലോണി ഈ പൊസിഷനിൽ പരീക്ഷിച്ചതാണ്. അതുകൊണ്ട് താരത്തിന് ചെറിയ ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ട് എന്നത് മാത്രമാണ് പ്രശ്നം. ഫിറ്റ്നസ് വീണ്ടെടുത്താൽ സ്കലോണി ചിലപ്പോൾ താരത്തിനെ ഫസ്റ്റ് 11-ൽ കളിപ്പിച്ചേക്കാം. പക്ഷേ സ്കലോണി ഒരിക്കലും ഈ പൊസിഷൻ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ യൂട്ടിലൈസ് ചെയ്യില്ല. മത്സരത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് താരങ്ങളെ മാറ്റാതെ തന്നെ ഈ 3-4-2-1 എന്ന പൊസിഷനിലേക്ക് മാറുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണത്തിൽ എത്രത്തോളം ഡേഞ്ചറാണ് ഈ പൊസിഷൻ? കാരണം എതിർ ടീമിനെ ആക്രമിക്കുമ്പോൾ ഫോർമേഷൻ പലപ്പോഴും 3-2-5 ആയി മാറുന്നു. എതിർ ടീമിൽ എതിർ ബോക്സിൽ നമ്മൾ മുന്നേറ്റങ്ങൾ നെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ 3-2-5 എന്ന പൊസിഷനിലായിരിക്കും കളിക്കുക. 2 വിങ് ബാക്കുകൾ മുന്നിലേക്ക് കയറും. 2 അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാർ സ്ട്രൈക്കറുടെ അടുത്തെത്തും. അപ്പോൾ എതിരാളികളുടെ പ്രതിരോധ നിരക്ക് മുന്നിൽ 5ഓളം ആക്രമണ താരങ്ങളായിരിക്കും ഉണ്ടാവുക. ഇത് എതിർ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. നിലവിൽ ക്ലബ്ബ് ഫുട്ബോളിൽ പല വലിയ ക്ലബ്ബുകളും ഈ ഫോർമേഷൻ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ എന്താണ് വലിയ ദൗർബല്യം? തിരിച്ചടിയാവുക എന്താണ്? വിങ് ബാക്കുകൾ മുന്നിലോട്ട് കയറി പോകുന്ന സമയത്തെങ്ങാനും എതിരാളികളുടെ കൗണ്ടർ അറ്റാക്ക് വന്ന 2 സ്പേസുകളും ഒഴിഞ്ഞു കിടക്കും. ഇനി എങ്ങാനും മികച്ചൊരു വിങ്ങർ കൂടിയാണ് അങ്ങോട്ട് കയറി വരുന്നതെങ്കിൽ കാര്യങ്ങൾ തീരുമാനമാകും. മറ്റൊരു പ്രധാന പ്രശ്നം, വിങ്ങുകളിൽ കളിക്കുന്ന താരങ്ങൾക്ക് വർക്ക് പ്രഷർ കൂടും. താരങ്ങൾക്ക് 90 മിനിറ്റും മുഴുവൻ സമയവും കളിക്കാനാവുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ ഒരിക്കലും സ്കലോണി 90 മിനിറ്റും ഈ ഫോർമേഷൻ ഉപയോഗിക്കില്ലെന്നതാണ് യാഥാർത്ഥ്യം. എതിർ ടീമിൻ്റെ ഗെയിം സ്ട്രക്ചർ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സ്കലോണി ഇങ്ങനെ ഒരു ഫോർമേഷനിലേക്ക് മാറൂ. ഏതായാലും ഈ ഒരു ഫോർമേഷൻ സ്കലോണിയും കോച്ചിങ് സ്റ്റാഫും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇത് വേൾഡ് കപ്പിൽ നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്നും നിലവിൽ പല വീഡിയോകളിലായി പല അനലിസ്റ്റിക് വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്നു കാണാം സ്കലോണിയുടെ ഈ പുതിയ ഫോർമേഷനും വേൾഡ് കപ്പിലെ അർജന്റീൻ വിപ്ലവവും. നിങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ച് ഇത്തവണ വേൾഡ് കപ്പിൽ അർജന്റീന കിരീടം നേടുമോ? എത്ര വരെ മുന്നോട്ട് പോകും? നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സ്കലോണിയുടെ പുതിയ ഫോർമേഷനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്കിനിയും കാണാം.